ഹലോ, URS കുക്കിംഗ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള കോവയ്ക്ക വെച്ചൊരു ഫ്രൈ ആണ്. എല്ലാവർക്കും കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും എൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എല്ലാം ഒന്നിച്ച് നമുക്ക് ഇട്ടിനി വഴറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് ചുരണ്ടിയ തേങ്ങ കൂടെ ചേർത്ത് നന്നായി മൊരിയുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ലോണം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് ഇളക്കാം. നാല് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അധികം എരിവില്ലാത്തത് കൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ മൊരിഞ്ഞിരിക്കുന്ന നാളികേര കൂട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ കോവയ്ക്ക നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കോവയ്ക്ക വേവാനായി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കോവയ്ക്കയിൽ നമ്മൾ അധികം വെള്ളം ചേർക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ കോവയ്ക്ക കുറച്ച് സമയം പിടിച്ച് വേവുമെങ്കിലും ആവിയിലിരുന്ന് വേവണം, അതിനാണ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കോവയ്ക്ക വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചട്ടിയിൽ തന്നെ ഇങ്ങനെ ചൂടോടുകൂടെ കുറച്ച് നേരം വയ്ക്കുക. അപ്പോൾ നല്ല ഫ്രൈ ആയി വരും. അതിന് ശേഷം ചൂടോട് വിളമ്പാം. കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു കോവയ്ക്ക ഫ്രൈ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായും കോവയ്ക്ക കഴിക്കാത്ത എല്ലാ നമ്മുടെ കുഞ്ഞുങ്ങളും ഈ കോവയ്ക്ക കഴിക്കും. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുമെന്നും ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം.